രണ്ടാഴ്ചകൾക്ക് മുൻപ് എനിക്ക് എന്റെ സുഹൃത്താണ് യുണീക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്. മലേഷ്യയിലെ DXN എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആയ സബീൽ കോഫി. ഇതാണ് ആ ഒരു ഗിഫ്റ്റ്. ആക്ച്വലി ഇവിടുത്തെ റോയൽ പാലസിലാണ് ഈ ഒരു കോഫി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനൊക്കെ അറിയാം, ഞാൻ കൂടുതലും രാവിലെ ചായ കഴിക്കുന്ന ഒരാളാണ്. ചായയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുള്ളത്. പക്ഷെ ഇത് കിട്ടിയതിനു ശേഷം ഉണ്ടല്ലോ, ഞാൻ പതുക്കെ പതുക്കെ കോഫിയിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ്. ഈ ഒരു കോഫി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല നല്ല അരോമ, ആ ഒരു കോഫിയുടെ അരോമ എന്ന് പറയുന്നത് ഭയങ്കര യുണീക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ആക്ച്വലി റോയൽ പാലസിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്, മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്നറിയോ? നല്ല ക്വാളിറ്റി കോഫി ബീൻസിനോടൊപ്പം തന്നെ ഇതില് നമുക്ക് ഗാനോഡെർമ എന്ന് പറയുന്ന റെഡ് മഷ്റൂമിന്റെ കണ്ടന്റും കൂടി ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ മലേഷ്യയിലെ DXN ബ്രാൻഡ് ഉണ്ടല്ലോ, അതിന്റെ ഇവിടുത്തെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കണ്ടുപിടിച്ച് ഞാൻ അവിടെ പോയി. അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് സായിദ് റോഡിലെ മസായ സെന്ററിലാണ് ഇവരുടെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി ഈ കണ്ടന്റ് ഉള്ളത് 1-2 കോഫി ഒന്നല്ല കേട്ടോ, വെറൈറ്റി ഓഫ് കോഫീസ് ലൈക്ക് ബ്ലാക്ക് കോഫി, ദെൻ വൈറ്റ് കോഫി, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കോഫീസ് കിട്ടും. ഞാൻ ആക്ച്വലി സബീൽ കോഫിയുടെ സെയിം കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ലിൻസി കോഫി എന്നാണ് ഇതിന്റെ പേര്. ഞാൻ ഇതിന്റെ ആക്ച്വലി 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാക്കറ്റിനുള്ളിൽ നമുക്ക് ഡിഫറെന്റ് സാഷേസ് കിട്ടും. അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു ഗ്ലാസ് ബോയിലിംഗ് വാട്ടറിലേക്ക് ഈ ഒരു സാഷേ ആഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ ചില സമയത്ത് കുറച്ചും കൂടി മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ എന്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്, ഈ കോഫി പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കോഫി കഴിക്കുന്ന സമയത്ത് കിട്ടുന്നത്. പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ കിച്ചണിലേക്കുള്ള 1-2 സംഭവം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഞാൻ ആദ്യം പറയാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്പൈറുലിനയുടെ സിറിയൽ ആണ്. ഇതിന്റെ ഒരു ബോക്സ് ഞാൻ വാങ്ങി. ഇതും ഞാൻ കുറച്ചു പേർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എന്റെ സിസ്റ്ററിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ്, ഇതുപോലെ 30ഓളം സാഷേസ്, 30 ആണുള്ളത്. 30 സാഷേസ് ഉള്ള ഈ ഒരു ബോക്സ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ഈ ഒരു സ്പൈറുലിന കണ്ടന്റ് എന്നുള്ളതാണ് ഗൂഗിൾ ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സാഷെ DXന്റെ പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ശീലം എന്താവാം, ദോശ കഴിക്കുന്നവരാവാം, ഇഡ്ഡലി കഴിക്കുന്നവരാവാം, എന്നെ പോലെ ഡെയിലി ബ്രെഡ് കഴിക്കുന്നവരാവാം. ഞാൻ എപ്പോഴും ബ്രെഡിന്റെ ആളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിനോടൊപ്പം ആക്ച്വലി ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് കുറച്ചൊരു ഗ്ലാസ് മിൽക്ക് എടുത്തിട്ട് അതില് ഈ ഒരു സ്പൈറുലിന സിറിയലും കൂടി ആഡ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ എന്റെ ശീലമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ DXNarabia.com എന്ന വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഉണ്ടല്ലോ, അത് എന്തായാലും ഇതിന്റെ താഴെ, അതായത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് പേഴ്സണലി ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ കിച്ചണിൽ എക്സ്പെരിമെന്റ് ചെയ്ത സംഭവമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ മറക്കണ്ട, ഷെയ്ഖ് സായിദ് റോഡിലെ മസായ സെന്ററിലുള്ള മലേഷ്യൻ കമ്പനിയായ DXന്റെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം.